ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ പ്രവാചകരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം കണ്ട് യേശുവിനെ നമസ്കരിക്കുന്നതിനായി അവനെ തേടി യെരുശലേമിലെത്തി. തനിക്കും പോയി നമസ്കരിക്കേണ്ടതിന് യേശു എവിടെയാണെന്ന് സൂക്ഷ്മമായി അന്വേഷിക്കുവാൻ ഹെരോദ്യാവ് ജ്യോത്സ്യന്മാരെ ശട്ടം കെട്ടി അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. കാരണം ഇത് പ്രവാചകൻ എഴുതിയതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷം മുമ്പ് പ്രവാചകനായ മീഖ പ്രവചിച്ചിരുന്നു. മാനവരാശിയുടെ സമ്പൂർണ്ണ രക്ഷയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിയ രക്ഷാപദ്ധതി നിറവേറ്റുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം ചെയ്തു. സമ്പൂർണ്ണ മാനവരാശിയുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നമ്മുടെ ശിക്ഷാവധി സ്വയം ഏറ്റതിനാൽ നമ്മുടെ പാപമെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെതിരായുള്ള ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന പ്രായശ്ചിത്തം അവനാണ്. അവനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.